സ്ഥാനാർത്ഥി വരുമ്പോൾ തുടങ്ങിയ ആവേശം ഇപ്പോഴും അതേപോലെ പ്രകടമാണ്. വരുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലാണ് ഇപ്പോഴത്തെ ആവേശം. സ്വരാജിനെ അറിയുന്നവർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുദ്രാവാക്യം അറിയുന്നവർ കൂടുതൽ ഇപ്പോ അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവിടെ MLA മാരുണ്ട്, CPM-ന്റെ മുതിർന്ന നേതാക്കളുണ്ട്, LDF-ന്റെ മുതിർന്ന നേതാക്കളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മണ്ഡലത്തിലേക്ക് നേതാക്കളൊക്കെ ചുരുങ്ങി എല്ലാവരും ഒന്ന് നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളാണ്. നിലമ്പൂരിന്റെ രാഷ്ട്രീയ ദിവസങ്ങളാണെന്ന് ഉറപ്പായി മാറും. അപ്പൊ കൊടുമ്പിരിയുടെ പ്രചരണമാണ്. ഇവിടെ മഴയുണ്ടെങ്കിൽ കൂടിയും ഏതെങ്കിലും തരത്തിൽ മഴ ആ പ്രചരണത്തിന്റെ ചൂടിനെ ബാധിക്കുന്നതില്ല. എന്താ ഒരു പ്രചരണ വാഹനം ഇവിടെ സെറ്റായി നിൽക്കുകയാണ്. ഇതങ്ങോട്ടുള്ള ഇത് സ്വരാജിന്റെ കൂടെ ഇപ്പൊ തോട്ടിലാക്കര കൊണ്ടാക്കിയിട്ട് നമ്മളെ രാമകുത്ത് തോണിപ്പോയിൽ വാർഡിൽ കൊണ്ടാക്കിയിട്ടേ വരുള്ളൂ. മഴ പ്രശ്നമുണ്ടോ? മഴ എന്ത് പ്രശ്നം? ഇപ്പൊ ഈ ഇലക്ഷൻ ഒന്നും മഴത്തിൽ ഒരു വിഷയമല്ലേ. നമുക്ക് എന്താ പറയുക, ഈ പ്രാവശ്യം എങ്ങനെയാണേലും വേണ്ടില്ല സ്വരാജിനെ വിജയിപ്പിക്കണം. ഇത് സ്വരാജിനൊപ്പമുള്ള പ്രചരണ വാഹനമാണ്. പ്രചരണ വാഹനത്തിനൊപ്പം നമ്മളും പോവാണ്. നമ്മൾ സ്വരാജിനൊപ്പം ഇന്ന് അവസാന പരിപാടി പറയുന്നുണ്ട്. ചെറിയ പരിപാടികൾ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി കൂടുതൽ ആളുകളെ കാണുക എന്നുള്ളതാണ് എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളുടെ സ്ട്രാറ്റജി. സ്വരാജും അങ്ങനെ തന്നെയാണ്. അപ്പോൾ LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടിയാണ് നടക്കുകയാണ്. മുക്കട്ടയിലെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഏതെങ്കിലും തരത്തിൽ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല സ്വരാജ് ഈ പരിപാടിയിലൊക്കെ പറയുന്നത്. എന്താണ് ലൈഫ് മിഷൻ വീട്, കറണ്ട് കെട്ടില്ലാതായത് തുടങ്ങിയ ജീവൽ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് LDF സ്ഥാനാർത്ഥിയുടെ ഈ പറയുന്ന പ്രചരണ യാത്ര. അങ്ങോട്ട് പോവാം, നമ്മൾ കൂടെ പോവാം. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രചരണം അങ്ങനെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നിലമ്പൂർ കുട്ടിക്കുന്നിലാണുള്ളത്. പോകുന്ന വഴി, അടുത്ത പ്രചരണ സ്ഥലത്തേക്ക് പോകുന്ന വഴി ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നു, ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവരോട് വോട്ടഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് അദ്ദേഹം സ്വരാജ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വഴിയിൽ കാണുന്ന ചെറിയ ഗ്രൂപ്പുകൾ, ചെറിയ കൂട്ടങ്ങൾ ഒക്കെ കണ്ടാലൊക്കെ ഇറങ്ങിയെന്ന് വോട്ട് ചോദിക്കുക എന്നുള്ളത് തന്നെയാണ് ആ പ്രചരണ സ്ട്രാറ്റജി. അതങ്ങനെ LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണം തുടരുകയാണ്. ഈ ദിവസങ്ങൾ മാത്രം പ്രചരണത്തിൽ ബാക്കിയായി. അപ്പൊ ഉച്ചഭക്ഷണത്തിന് മുൻപുള്ള അവസാന പ്രചരണ പരിപാടിയിലാണ് M സ്വരാജ് ഉള്ളത്. ഇപ്പോ ഇതെവിടെയാണ്? പാത്തിപ്പാറ മേഖലയിലാണ് സ്വരാജിന്റെ ഉച്ചസമയത്തെ പ്രചരണം. ഇവിടെയും വലിയ യോഗങ്ങളല്ല, ചെറിയ യോഗങ്ങൾ, ചെറിയ സമയം മാത്രം എടുക്കുന്ന യോഗങ്ങൾ. വലിയ രാഷ്ട്രീയ പ്രസംഗങ്ങളില്ല. ജനങ്ങൾ നേർക്കുനേർ ബാധിക്കുന്ന അതിജീവന പ്രശ്നങ്ങൾ, ജീവൻ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള M സ്വരാജിനെ പോലെ ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിന്റെ വോട്ടഭ്യർത്ഥന അങ്ങനെ തുടരുകയാണ്. അതുകൊണ്ട് ഈ പരിപാടി അവിടെ കഴിയുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചഭക്ഷണത്തിന് ശേഷം 3:30 അടുത്ത പരിപാടി. ആ പരിപാടി പൂർത്തിയാക്കി ഓരോരുത്തരോട് നേർക്കുനേർ വോട്ട് ചോദിക്കുന്നതിലേക്ക് അത് കടത്തിരിക്കുന്നു LDF സ്ഥാനാർത്ഥി ശ്രീ M സ്വരാജ്. അപ്പൊ M സ്വരാജിന്റെ സ്ഥാനാർത്ഥി പര്യടനം, പ്രചരണ പരിപാടികൾ അങ്ങനെ തുടരുകയാണ്. കരോളായി പഞ്ചായത്തിലാണ് ഇന്നത്തെ സെക്കൻഡ് ലാസ്റ്റ് പരിപാടിയാണ്. അവസാന പരിപാടി കുറച്ചുകൂടെ അപ്പുറം മാറിയാണ് സമാപന സമ്മേളനം. ഇവിടെ പുല്ലഞ്ചേരി എന്ന് പറഞ്ഞാണ്. ഇവിടെ പാട്ടും പാട്ടൊക്കെ ഇവിടെ വളരെ സജീവമായി എത്തിയിരിക്കുന്നു. രാവിലെ തുടങ്ങിയ പ്രചരണത്തിനും പ്രചാരണ സമാപനമാണ്. കരോളായിലെ അവസാന സ്ഥലത്താണ് പ്രചരണം. മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും ആവേശം കുറവില്ല. നാളെ വീണ്ടും M സ്വരാജ് ഇറങ്ങും. ഈ തിരക്കിട്ട ദിവസങ്ങൾ തന്നെയാണ് സ്ഥാനാർത്ഥികൾക്ക്, മുന്നണികൾക്ക്. അപ്പൊ കരോളായിൽ നിന്നും ക്യാമറമാൻ അബിത്തിനും LDF സ്ഥാനാർത്ഥി M സ്വരാജിനുമൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, 24.